അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. VK ഹംസയ്ക്ക് തിരൂരിന്റെ യാത്രാമൊഴി. മുതിർന്ന സിനിമാ പത്രപ്രവർത്തകനും നിരൂപകനും എഴുത്തുകാരനുമായിരുന്ന VK ഹംസയെ തിരൂർ നഗരം അനുസ്മരിച്ചു. സൗഹൃദവേദി തിരൂർ ഡോക്ടേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിലാണ് അദ്ദേഹം ചെയ്ത മഹത്തായ സംഭാവനകൾ സംസാരിച്ചവർ ഓർത്തെടുത്തത്. കോടമ്പക്കം കാലത്ത് മലയാള സിനിമ നിരൂപണ രംഗത്ത് അദ്ദേഹം മുന്നിട്ട് നിന്നിരുന്നു. സിനിമയെക്കുറിച്ച്, നടീനടന്മാരെ കുറിച്ച് അദ്ദേഹം എഴുതിയ അവലോകനങ്ങൾക്ക് വലിയ വിലയാണ് സിനിമാ ലോകം കൽപ്പിച്ചിരുന്നത്. പ്രേംനസീർ, സത്യൻ, മധു, നെടുമുടി വേണു, മമ്മൂട്ടി, ശ്രീനിവാസൻ, ദിലീപ് തുടങ്ങി ഒട്ടേറെ മഹാനടന്മാർക്കൊപ്പം പ്രവർത്തിച്ച ആളായിരുന്നു തിരൂരിന്റെ VK ഹംസ. എല്ലാ നടീനടന്മാരും വലിയ ആദരവും വിലയുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നൽകിയിരുന്നത്. സാധാരണ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് സൗഹൃദവേദി തിരൂർ എന്ന് പറയുന്നത്. ഒത്തിരി പരിപാടികൾ നമ്മൾ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം തിരൂരിൻ്റെ സാധാരണക്കാരായുള്ള ആളുകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു സംഘടന കൂടിയാണ് സൗഹൃദവേദി തിരൂർ. വിവിധ പരിപാടികളിലായിട്ട് ഒത്തിരി പരിപാടികൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്നിപ്പോൾ നമുക്ക് ഹംസാഖാന്റെ VK ഹംസ എന്ന് പറയുന്ന തിരൂരിൻ്റെ സ്വന്തം ഹംസാഖയുടെ ഒരു അനുസ്മരണ പരിപാടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാം, തിരൂരിൻ്റെ ആരംഭകാലത്ത് തൊട്ട്, തിരൂരിൻ്റെ ആരംഭകാലം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 100 വർഷങ്ങൾക്കൊക്കെ പഴക്കമുണ്ടാവും. ആ കാലഘട്ടത്തിൽ തന്നെ വെല്ലൂരിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുടുംബം തിരൂരിലേക്ക് ചേക്കേറുകയാണ്. ആ കുടുംബത്തിൻ്റെ പേരാണ് VK മുഹമ്മദ് അലി എന്ന് പറയുന്ന ആ പ്രമുഖ വ്യക്തിത്വം തിരൂരിൽ വന്ന്. ഈ VK എന്ന് പറഞ്ഞാൽ അവർ വെല്ലൂർ ഖതീബ് എന്നാണ് അവർ മൊത്തത്തിൽ അവരെ വീട്ടുപേര്. എല്ലാവർക്കും അറിയാം, വെല്ലൂരിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കുടുംബം ഇവിടെ വരുന്നു. ഇവിടെ വ്യാപാരമായും മറ്റുള്ള തിരൂരിൻ്റെ സാംസ്കാരികമായിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും അവരുടെ കുടുംബം അലിഞ്ഞു ചേരുകയാണ്. അപ്പോൾ അത് മൊമാൻ സാഹിബ് നമുക്കറിയാം, ഇതിപ്പോൾ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പള്ളി തന്നെയുണ്ട് നമ്മുടെ അങ്ങാടിയിൽ. അങ്ങനെയൊക്കെ അവിടെ ആ സ്ഥാപിക്കണമെങ്കിൽ അവർ തിരൂരിന് ചെയ്ത സംഭാവനകൾ എത്രയാണ് നമുക്ക് ആലോചിച്ചാൽ അറിയാം. അന്ന് തിരൂരിലെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഞായറാഴ്ച പതിപ്പിൽ സ്ഥിരമായിട്ട് VK ഹംസ തിരൂർ എന്ന പേരിലാണ് ഹംസാക്ക് എഴുതിയിരുന്നത്. അതിൻ്റെ മുമ്പ് സിനിമാ ലോകത്ത് കേരളനാഥം എന്ന് പറയുന്ന ഒരു സിനിമ മാഗസിനാണ് ആദ്യം ഉണ്ടായത് എന്നാണ് പറയുന്നത്. നമ്മളെ ജമിനിയോടൊക്കെ ചോദിച്ചാൽ, ഗൂഗിളിലൊക്കെ ചോദിച്ചാൽ അതിൽ പ്രത്യേകമായ കോളങ്ങൾ ആ കാലത്ത് തന്നെ എഴുതിയിരുന്ന ആളാണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല സിനിമാ നടന്മാരൊക്കെ തിരൂര് വന്നിരുന്നത് ഗൗസിന്റെ ഹംസാഖാന്റെ ഒക്കെ വീട്ടിലാണ്. ഒരു മനുഷ്യൻ ചിലപ്പോൾ നമ്മളിൽ നിന്ന് ബന്ധുവോ സുഹൃത്തോ അയൽവാസിയോ നാട്ടുകാരനോ ആരാണെങ്കിലും വിട്ടുപോയാൽ സാധാരണ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഒരു സ്മരണയോ മദിരാസിയിലായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഏറെ ഓർമ്മ എനിക്ക് ഗൗസുക്കയെക്കുറിച്ചും മൊമോദീൻകയെക്കുറിച്ചൊക്കെയാണ്. കാരണം മൊമോദീൻക രാഷ്ട്രീയ പാട്ടുകൾ എഴുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ആദർശത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയ ഗാനങ്ങൾ എഴുതിയിരുന്ന, പലപ്പോഴും തമാശ കലർന്ന, കുഞ്ചൻ നമ്പ്യാർ കവിത എഴുതുന്ന പോലെ പരിഹാസം കലർന്ന, തമാശ കലർന്ന പാട്ടുകളായിരുന്നു പലപ്പോഴും എഴുതുക. പക്ഷെ അത് എഴുതുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത രീതിയായിരുന്നു. പെട്ടെന്ന് പാട്ടുകൾ എഴുതുന്ന രീതിയായിരുന്നു മൊമോദീൻകെ. ഗായകനായും കലാകാരനായും നാടക നടനായും ഒക്കെ മൊമോദീൻകയെ നിങ്ങൾക്കൊക്കെ അറിയാം. വളരെ സീനിയറാണ്. നമ്മളൊക്കെ അന്ന് ജനിച്ചിട്ട് പോലുമില്ല അവരിവിടെ എന്താ പറയുക, ഈ രംഗത്ത് വിലസുന്ന കാലത്ത് അത് ഓർത്തതാണ്. അപ്പോൾ ആ വരികൾ വെച്ചുകൊണ്ട് ഞാൻ ഒരുപാട് ലക്ഷം പാട്ടുകൾ പിന്നെ ഞാനായിട്ട് കഞ്ഞിക്കുടിയുടെ ഭാഗമായിട്ടൊക്കെ എഴുതുമ്പോൾ ഈ വരികൾ ഞാൻ കട്ടെടുത്തിട്ടുണ്ട് പല സമയത്ത്. ഇത് മൊമോദീൻകയുടെ വരികളായി. ഗൗസാക്കയുമായി എനിക്ക് അതിലേറെ ബന്ധമായിരുന്നു. സംഗീത ഇവിടെയുണ്ട്. ആ കുടുംബത്തിലെ എല്ലാ കുട്ടികളുമായിട്ട് എനിക്ക് സംഗീത എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. ഒരുപാട് ബന്ധങ്ങളാണ്. സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് KP റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. ഗായകൻ ഫിറോസ് ബാബു, സെക്രട്ടറി KK റസാഖ് ഹാജി, ഡോക്ടർ ഹസൻ ബാബു, കൈനിക്കര ഷാഫി ഹാജി, ഡോക്ടർ APA റഹ്മാൻ,
അബ്ദുൽ ഖാദർ കൈനിക്കര, കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി, സംഗീത ഗൌസ്, ഷംന ഹംസത്ത്, VK സലീം, സബ്ക ഷാഫി, CM മൊയ്തീൻകുട്ടി, കോടശ്ശേരി ബാവ, KC അബ്ദുള്ള, ഗോപിനാഥ് ചേന്നര, മുജീബ് താനാളൂർ, സിറാജ് ബാവ, CV ബഷീർ, സെഞ്ചുറി നാസർ, ഹസൻ ബായ്, ഹമീദ് കൈനിക്കര, പാറയിൽ ഫസലു, VK യൂസഫ്, VK സുനിൽ, ഷാജിമോൾ, അസീസ് സണ്ണി, നിസാർ പാരഗൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120.